മനക്കുടി വെളുത്തൂർ ഉൾപ്പാടത്ത് കൊയ്തെടുത്ത നെല്ല് വാങ്ങാൻ ആളില്ലാതായതോടെ കർഷകർ വലയുകയാണ്. നെല്ലിൽ ഈർപ്പമുണ്ടെന്നാരോപിച്ച് കർഷകരുമായി വിലപേശൽ നടത്തുന്ന സ്വകാര്യ മില്ലുടമകൾക്ക് സപ്ലൈകോ അധികൃതർ ഒത്താശ ചെയ്യുകയാണ് എന്നതാണ് കർഷകരുടെ ആരോപണം. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ കൃഷിഭൂമി തരിശിട്ട് പ്രതിഷേധിക്കുമെന്നാണ് കർഷകരുടെ നിലപാട്. 110 ഏക്കർ വരുന്നതാണ് മനക്കുടി വെളത്തൂർ കോൾപ്പടവ്. ആകെയുള്ള 265 ഏക്കറിൽ പാതി ഭാഗത്താണ് കൊയ്ത്ത് ആദ്യം ആരംഭിക്കേണ്ടത്. ഇതിനായി സപ്ലൈകോ അധികൃതർ കർഷകർക്ക് നിർദ്ദേശം നൽകി. 10 ഏക്കറിൽ ആദ്യം കൊയ്ത്ത് നടത്തി. നെല്ല് കൊണ്ടുപോകാനെത്തിയ സ്വകാര്യ മില്ലുകാർ ഈർപ്പമുണ്ടെന്ന് പറഞ്ഞ് കൊയ്ത്ത് നിർത്തിവെപ്പിച്ചതായി കർഷകർ ആരോപിക്കുന്നു. കൊയ്തെടുത്ത നെല്ല് ഇതോടെ വാങ്ങാൻ ആളില്ലാതെ കൂട്ടിയിട്ടിരിക്കുകയാണ്. സപ്ലൈകോ ഏജന്റ് വന്ന് കൊയ്ത്ത് തുടങ്ങാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 കിലോ കിഴിവ് വേണമെന്ന അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 7 കിലോ കിഴിവ് കൊടുത്തിട്ട് കർഷകർക്ക് കൊണ്ടുപോയി ഭയങ്കര സാമ്പത്തിക നഷ്ടം വരും. സപ്ലൈകോയും മില്ല് ഏജന്റും മില്ല് കമ്പനിക്കാരും തമ്മിലുള്ള നല്ല രീതിയിലുള്ള ഒരു അലൈൻമെന്റ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കർഷകരുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. ഈ മാസം 29-ാം തീയതി വീണ്ടും കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. മില്ലുടമകൾ ദ്രോഹിച്ചാൽ കൃഷിയിടം തരിശിട്ട് പ്രതിഷേധിക്കുമെന്നാണ് കർഷകരുടെ മുന്നറിയിപ്പ്. അടുത്ത വർഷം ഞങ്ങൾക്ക് തരിച്ചിടേണ്ട രീതിയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കർഷകർ തൂങ്ങിച്ചാവുക അല്ലെങ്കിൽ മറ്റു വഴികൾ കാണാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം, ഈ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ പളവ് ഇപ്പോൾ 3 കൊല്ലമായിട്ട് നല്ല രീതിയിലുള്ള ഒരു വിളവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 3 കൊല്ലത്തിന് ശേഷം ഒരേക്കർ കൃഷി ചെയ്യാൻ 40,000 രൂപയോളമാണ് ചെലവ്. 24 തൃശൂർ.